അമ്പാലിയുടെയും പ്രതാപന്റെയൊക്കെ സംസാരം കേട്ടതിനൊടുവിൽ ഭരത് പറയാണ്, അങ്കിളെ എന്നോട് ക്ഷമിക്കണം, ഇനി ഞാനിത് ആവർത്തിക്കില്ല. വിജയപത്മൻ പറയുന്നുണ്ട്, നിങ്ങൾ അവനോട് ക്ഷമിക്കൂ, ഒരു പ്രാവശ്യമെങ്കിലും, കുടുംബമാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകില്ലേ എന്നൊക്കെ പറയാണ്. പ്രതാപൻ പറയുന്നുണ്ട്, വിജയപത്മ നമ്മൾ വെറുതെ സംസാരിച്ച് ശത്രുക്കളാവണ്ട, ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നീട് വിജയപത്മൻ അമ്പാലിയോട് പറയുന്നുണ്ട്, ഇതിന് പിന്നെ നിങ്ങളുടെ കുബുദ്ധി നന്നായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അനിരുദ്ധൻ എന്ന ക്രിമിനൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഭാമയും അരുന്ധതിയും ഭരതും ഒന്നും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കേൾക്കുമ്പോൾ ഭാമ പറയാണ്, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം വല്യച്ചൻ ഇതിൽ ഇടപെടേണ്ട, വല്യച്ചൻ ഇവനെ വിളിച്ച് പോകാൻ നോക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭരത് പറയാൻ, നീ ആരാ വല്യച്ചനെ ഇങ്ങനെ പഠിപ്പിക്കാൻ? അപ്പോൾ അരുന്ധതി പറയാണ്, എന്നെ ഓർത്ത് ഇവിടെ ആരും തമ്മിൽ അടിക്കണ്ട, എനിക്ക് തൽക്കാലം ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ അമ്പാലി ചിരിച്ചുകൊണ്ട് പറയാണ്, ഇപ്പൊ മതിയായല്ലോ, ഇനി പോകാൻ. ഇത് കേട്ടത് ഭരത്, വല്യച്ഛൻ ഞാൻ പോവാ, ഇനി ഇവിടെ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് പോവാൻ കേട്ടോ. വിജയപത്മൻ ഭരത്തെ നിൽക്ക്, ഞാനും വരുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ. ഞാൻ വേറെ വഴിക്കാ എന്ന് പറഞ്ഞ് ഭരത്ത് ഓടി പോവാണ്. അപ്പോൾ ഭാമ വിളിച്ച് പറയാണ്, വല്യച്ഛൻ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ വല്യച്ഛനും അകത്താവും. ഇത് കേട്ടത് വിജയപത്മൻ പറച്ചി നിർത്തടി, നീ ആരാ എന്നെ ഉപദേശിക്കാൻ? മര്യാദക്ക് നിന്നോണം, നിന്നെ സംരക്ഷിക്കാൻ ഇപ്പോൾ അമ്പാലികയുണ്ട്. പക്ഷേ ഇതിനു മുൻപ് അങ്ങനെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഭാവന. പക്ഷെ നീ കരുതിയിരുന്നോ? അമ്പാലിക ആരാണ്, താമസിയാതെ നിനക്ക് മനസ്സിലാക്കും എന്ന് പറഞ്ഞ് വിജയപത്മ അവിടെ നിന്ന് പോവാൻ. ഇത് കേൾക്കുമ്പോൾ ഭാമക്ക് ചെറിയൊരു പരിങ്ങലുണ്ട്, അവൾ അകത്തേക്കും പോവാണ്. പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ്. അവിടെ ഭാവന ഓരോ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാനസ അവിടേക്ക് ഒരു പാലുമായിട്ട് വരികയാണ്. ഭാവന ഇത് കുടിക്കുക, എന്നിട്ട് നീ ബുക്ക് വായിക്കുക എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഈ ജ്യൂസൊക്കെ കുടിച്ച് കുഞ്ഞിന്റെ തടി കൂടുമല്ലോ എന്ന് പറയാണ്. എന്തായാലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് മാനസയും പറയാൻ. മനസാനി എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ എന്താ എനിക്ക് പ്രതിഫലം തരേണ്ടത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മാനസ് തമാശയിൽ പറയുന്നുണ്ട്, അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ ചോദിക്കണ്ട്, അപ്പോൾ ഭാവനയ്ക്ക് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാൻ കേട്ടോ. പിന്നീട് ഭാവന പറയുന്നത്, നീ എൻ്റെ അടുത്തിരിക്കുക, എനിക്ക് കുഞ്ഞിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയാൻ കേട്ടോ. ആ സമയത്താണ് പ്രസീത അതിലൂടെ പോകുന്നത്. ഇവരുടെ സംസാരം കേട്ട് അവർ ശ്രദ്ധിക്കാൻ കേട്ടോ. എന്നിട്ട് ഭാവന പറയുന്നത്, നമ്മുടെ ഈ ജീവിതം എപ്പോഴാണ് എത്ര ആണ് എന്നും നമുക്കറിയില്ല, ദൈവം നിശ്ചയിച്ചതുപോലെയാണ്. അതുകൊണ്ട് ഉള്ള കാലം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് മാനസ ഒരു വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബ ജീവിതം നയിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, അതിന് ഇനിയും സമയമുണ്ട് ഭാവന, മാനസികപരമായിട്ട് ഞാൻ ഇനിയും തയ്യാറാവാനുണ്ട്. അപ്പോൾ ഭാവന പറയാണ്, അതാണ് ഞാൻ എന്നോട് ചോദിച്ചത്, എന്താണ് നിനക്കുള്ള തടസ്സം? എന്തായാലും നീ എന്നോട് പറ, ഞാൻ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയാൻ കേട്ടോ. ഇനി എനിക്കൊരു വിവാഹ ജീവിതത്തിന് കഴിയില്ല ഭാവന, ഞാൻ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തതാണ് എന്ന് പറയാൻ കേട്ടോ മാനസ്. അതെന്താണ് എന്നാണ് ചോദിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ ഭാവന. ഞാൻ പറഞ്ഞില്ലേ ഒരു സുനിൽ ശർമ്മയെ കുറിച്ച്, അദ്ദേഹം ഞാനും നല്ലൊരു സുഹൃത്തുക്കളായിരുന്നു, വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചിരുന്നു, അത്രയ്ക്കും നല്ലവനായിരുന്നു സുനിൽ ശർമ്മ. ഇതെല്ലാം അപ്പുറത്ത് നിന്ന് പ്രസീതയും കേൾക്കുന്നുണ്ട് കേട്ടോ. അവർ ഞെട്ടുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ പരസ്പരം നല്ല ചർച്ചയുമായിരുന്നു, പക്ഷേ ഏത് വിധേനയും പണം ഉണ്ടാക്കണം എന്ന സുനിൽ ശർമ്മയുടെ ആഗ്രഹത്തിന് മുന്നേ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയാണ് കുര്യച്ചനുമായിട്ടുള്ള സഹകരണം ഉണ്ടാകുന്നത്. ഒടുവിൽ കുര്യച്ചനും കുടുംബം ആത്മഹത്യ ചെയ്യുകയും സുനിൽ ജയിലിലാവുകയും ചെയ്തു. ബാക്കിയെല്ലാം ഭാവനയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ആ ക്യാഷുമായി എനിക്കോ എന്റെ കുടുംബത്തിനോ ഒരു ബന്ധവുമില്ല. എന്നിട്ടും സൂര്യയും ആന്റിയും അതെല്ലാം അടച്ചു തീർത്തു. ഭാവന ചോദിക്കുന്നുണ്ട്, ഇന്നും ആ ക്യാഷ് എവിടെ പോയി എന്നുള്ളതിന് ഒരു വിവരവും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. സുനിൽ എന്നെ ചതിച്ചതാണോ എന്ന് എനിക്കറിയാം. അതോടെ ഞാനും മാനസികമായി തകർന്നു പോയി. വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഭാവന പറയുന്നു, എന്നാൽ ഇനി നീ അത് ചിന്തിക്കണം. ആ പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിച്ചില്ല. ഇനി നിനക്ക് പറ്റിയ നല്ലൊരാളെ കണ്ടെത്തണം. എന്നിട്ട് നീയും ഞങ്ങളോടൊപ്പം സന്തോഷമായി ജീവിക്കാം. ഈ വീട് ആന്റി നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ല, പിന്നെന്തിനാ നീ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കേണ്ട ഭാവന. അതൊന്നും വേണ്ട ഭാവന, ഇപ്പോൾ തന്നെ എന്റെ വലിയൊരു ബാധ്യതയാണ് ആന്റി തീർത്തത്. എന്തായാലും നീ വിഷമിക്കണ്ട, നിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കും എന്നൊക്കെ ഭാവന പറയാണ്. തൽക്കാലം ഈ വിവരം ആന്റിയോട് സൂര്യയോട് ആരോട് പറയണ്ട, ഞാൻ തന്നെ കുറച്ച് കഴിഞ്ഞ് അവരോട് പറയാം എന്ന് ഭാവന പറയാൻ കേട്ടോ. എല്ലാം കേട്ട ശേഷം പ്രസീത അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രസീത നേരെ അജയന്റെ അടുത്തേക്ക് ചെല്ലാണ്. അജയൻ അവിടെ ഫോണിൽ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഫോണിൽ കുത്തിയിരുന്നോ? നമ്മുടെ മോളുടെ മാനസാന്തരം കാരണം നമുക്ക് ഈ വീട് തന്നെ കൈവിട്ടു പോകുമെന്ന് തോന്നുന്നത് എന്ന് പ്രസീത പറയാൻ കേട്ടോ അജയനോട്. ഇത് കേട്ട അജയൻ ചോദിക്കാൻ, നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്? ഇത് ഭാവനയോട് മാനസ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഭാവന നമ്മുടെ മോളോട് കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ച സുനിലിനെ കുറിച്ചാണ് അവൾ പറഞ്ഞത്. എന്നിട്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടത് അജയന് ദേഷ്യം വരും. നമ്മുടെ മോൾക്ക് ഇത് എന്നാത്തിന്റെ കേടാണ്, ഇങ്ങനെ പോയാൽ നമ്മൾ കുത്തുപേറ മുടിഞ്ഞു പോവുകയെ ചെയ്യുള്ളല്ലോ. പ്രസീത പറയുന്നുണ്ട്, ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു ഈ വീട്, അതും ഇപ്പോൾ കൈവിട്ട് പോകുമെന്നാണ് തോന്നുന്നത്. അജയൻ പറയുന്നത്, അങ്ങനെ കൈവിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീട് നമുക്ക് തരാമെന്ന് പറഞ്ഞ ജയയാണ്, അതുകൊണ്ട് അവളുടെ കയ്യിൽ ഞാൻ തന്നെ ഇത് വാങ്ങിച്ചെടുക്കും എന്നൊക്കെ അജയന് പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് മാനസ് അവിടെ കടന്നു വരികയാണ് കേട്ടോ. അത് പറ്റില്ല അച്ഛാ, 1-2 കോടി രൂപയിൽ 5 കോടി രൂപയാണ് എൻ്റെ പേരിൽ ആൻറ്റി ഇവിടെ ചെലവഴിച്ചത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ വീട് പോലെയുള്ള 3 വീട് നമുക്ക് വാങ്ങാമായിരുന്നു. മാത്രമല്ല അച്ഛൻ്റെ ഒരുപാട് കടങ്ങളും ആൻറ്റി വീട്ടിലില്ല, അതൊന്നും ഇനി മറക്കരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇവിടെ വെച്ച് നിർത്തിക്കോണം എന്നൊക്കെ പറയാൻ. അപ്പോൾ അജയൻ പറയുന്ന, എടി നമ്മുടെ മോൾ കൈവിട്ട് പോയി, പക്ഷെ മറ്റെന്തെങ്കിലും മാർഗം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് അജയൻ റോഡിലൂടെ അലസമായിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോഴാണ് മൈക്കിളിന്റെ വണ്ടി അവിടെ വന്ന് നിർത്തുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, പിടിച്ച് കയറ്റടാ അവനെ എന്ന് പറയാണ്. അങ്ങനെ അതിൽ നിന്നും കുറച്ച് ആളുകൾ ഇറങ്ങി
ഭരത്തിനെ പിടിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് കേട്ടോ. നിങ്ങൾ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നത്? നിങ്ങളുമായിട്ട് ഒരു ഇടപാടും എനിക്കില്ല എന്നൊക്കെ ഭരത്ത് പറയാം. പിന്നെ നിന്റെ കയ്യിലുള്ള പാർസൽ എവിടെ? അന്ന് തന്നെ നിന്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് നീ വാങ്ങി എന്നിട്ട് പറഞ്ഞു. എന്നിട്ട് അത് എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭരത് മനസ്സിൽ വിചാരിക്കുന്നത് എന്റെ കയ്യിലുള്ള കാര്യം അയാൾ പറയണം, അറിഞ്ഞാൽ വീണ്ടും എന്നെ ഇടനിലക്കാരനാക്കും എന്ന് പറയാണ്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്, അത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല. മൈക്കിൾ അവരോട് നന്നായിട്ട് ഇടിക്കാൻ പറയാം കേട്ടോ. അങ്ങനെ വണ്ടിയിൽ വെച്ചിട്ട് അവർ ഭരത്തിനെ തിരിച്ചു മറിച്ച് നന്നായിട്ട് മുഖത്തും കയ്യിലൊക്കെ ഇടിക്കുകയാണ്. നിന്നെ കൊണ്ട് അത് പറയിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് മൈക്കിൾ പറയാൻ കേട്ടോ. അങ്ങനെ കുറെ ദൂരം വണ്ടി സഞ്ചരിച്ചതിന് ശേഷം ഒരു സ്ഥലത്ത് നിർത്തുക. അവിടെ ഭരത്തിനെ പിടിച്ചിറക്കാൻ കേട്ടോ അവർ. എന്നിട്ട് അവരെല്ലാവരും കൂടി വടിയും കമ്പവും എടുത്തിട്ട് നന്നായിട്ട് ഭരത്തിനെ ഇടിക്കാൻ കേട്ടോ. തലങ്ങും വിലങ്ങും വേദന കൊണ്ട് ഭരത്ത് അവിടെ നിന്നും ആർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ പിടിച്ചു പോയിട്ട് റോഡിൽ കൊണ്ടുപോയി തള്ളുകയാണ്. അവിടെ വെച്ചും ഭരത്തിനെ പുതിരെ തല്ലുകയാണ് കേട്ടോ. ആ സമയത്താണ് സൂര്യയുടെ കാർ അവിടെ വന്ന് നിർത്തുന്നത്. അത് കണ്ടത് മൈക്കിൾ വാടാ കയറ് എന്ന് പറഞ്ഞിട്ട് അവരെയും വണ്ടിയിൽ കയറ്റി പോവാൻ കേട്ടോ. സൂര്യ വണ്ടിയിൽ നിന്നിറങ്ങി ഭരത്തെ എന്ന് വിളിച്ച് ഭരത്തിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വലിച്ചുകൊണ്ട് പോയി വണ്ടിയിൽ കയറ്റുകയാണ് കേട്ടോ. ശേഷം ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അങ്ങനെ ആൻസിസ്റ്റർ വരികയാണ് കേട്ടോ ഭരത്തിന്റെ അടുത്തേക്ക്. ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. തലചുറ്റലിന് കുറവുണ്ടോ? ആരാണ് അവർ? ഭരത്തിനെ അവരെ അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഭരത്ത് എനിക്കറിയാം, അതൊരു വാക്ക് തർക്കത്തിന്റെ പുറത്തുണ്ടായ സംഭവമായിരുന്നു എന്ന് പറയാൻ കേട്ടോ. എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ്, ഇതെല്ലാം എനിക്ക് കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ ആൻസിസ്റ്റർ പറയാണ്, ഭരത്തെ നിന്നെ ഈ സ്റ്റേജിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഭാവന എത്രത്തോളം യാതന അനുഭവിച്ചിരുന്നത് നിനക്കറിയോ? വർഷങ്ങളായിട്ട് ഞാനത് കാണുന്നുണ്ടായിരുന്നു. എത്രയോ എക്സ്ട്രാ ഡ്യൂട്ടി ചോദിച്ച് വാങ്ങിയിട്ട് അവളത് ചെയ്തിട്ടുണ്ട്, അതും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അവിടെ 10% വേദനിക്കുമ്പോൾ ഭാവനയ്ക്ക് ഇവിടെ 100% വേദനിക്കുമായിരുന്നു. അത്രമാത്രം അവൾ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ സൂര്യ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചു പറയുമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. പെട്ടെന്ന് അവൾക്കൊരു ഷോക്ക് കൊടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന് ആൻസിസ്റ്റർ പറയാൻ കേട്ടോ. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, അറിവില്ലായ്മ കൊണ്ട് അല്ല ചേച്ചി ഞാൻ തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്, എൻ്റെ അത്യാഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു. എവിടെയും എന്തിനും പണമാണ് വലുതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നെ അങ്ങനെ പലരും വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ കരയാൻ കേട്ടോ. ഇപ്പോഴെങ്കിലും നിനക്ക് അതെല്ലാം മനസ്സിലായല്ലോ, അത് മതി എന്ന് ആൻസിസ്റ്ററും പറയാണ്. ആര് എത്ര ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞാലും രക്തബന്ധത്തേക്കാൾ പവിത്രമായ മറ്റൊരു ബന്ധം ഒരിക്കലും നിലനിൽക്കില്ല ഭരത് എന്ന് പറയാൻ കേട്ടോ. നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല എന്ന ചിന്ത നിനക്ക് വേണം. നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന ഒരു പെൺകുട്ടി കൂടി നിന്റെ കൂടെയുണ്ട്. എന്നിട്ട് സൂര്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കണ്ടോ ഭരത്, അതാണ് വ്യക്തിത്വം, നമ്മളെല്ലാം കണ്ടു പഠിക്കേണ്ട വ്യക്തിത്വം. അപ്പോൾ ഭരത് വളരെ വിഷമത്തോട് കൂടി സൂര്യയെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് ആൻസിസ്റ്റർ വന്ന് സൂര്യയോട് പറയുന്നുണ്ട്, കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ പോ. അവൻ എന്ത് പറയുന്നു എന്ന് സൂര്യ ചോദിക്കുകയാണ്. ഭരത്തിന് ഇപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. കഴിഞ്ഞതെല്ലാം പോട്ടെ സൂര്യ, എല്ലാം അവന്റെ സമയദോഷം കൊണ്ടാകും എന്ന് ആൻസിസ്റ്റർ പറയാം. സൂര്യ പറയുന്നുണ്ട്, എനിക്ക് അവനോട് വെറുപ്പോ വിരോധമോ ഒന്നുമില്ല, എനിക്ക് അവനോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കേൾക്കുന്ന ഭരത്തിന് ഭയങ്കര വിഷമം, കരയാണ് കേട്ടോ. ഇനി അവൻ എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കട്ടെ സൂര്യ. അതൊന്നും പറഞ്ഞില്ല, ഭാവനെ കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയാൻ ടാൻ. എങ്കിൽ ഞാൻ അവനെ ഭാവനയുടെ അടുത്തേക്ക് തന്നെ ആദ്യം കൊണ്ടുപോകും, ഒരു ശ്രമം കൂടി നടത്തി കളയാം എന്ന് സൂര്യ പറയാൻ ടാനിനോട്. അപ്പോൾ ഭരത് അപ്പുറത്തു നിന്നും ഏട്ട എന്ന് തല ഉയർത്തിക്കൊണ്ട് വിളിക്കുക. എന്നിട്ട് പതിയെ ആൻസിസ്റ്ററുടെ സഹായത്തോടെ കൂടി എഴുന്നേറ്റ് അവൻ സൂര്യയുടെ അടുത്തേക്ക് നടന്നു വരികയാണ് കേട്ടോ. ഏട്ട എന്നോട് ക്ഷമിക്കണം, ഒരിക്കലും പൊറുക്കാത്ത തെറ്റാണ് ഞാൻ ഏട്ടനോട് ചെയ്തത്. എന്റെ ഭാവനയെ വിഷമിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഭരത് കരയാൻ കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഭരത്ത് നീ വിഷമിക്കാതിരിക്കുക, നീ കാണിച്ച തമ്മാടിത്തരൊന്നും അത്ര പെട്ടെന്ന് ഞാൻ മറന്നിട്ടല്ല, പക്ഷെ നിന്റെ ഭാവനയെ ഓർത്തിട്ടാണ് ഞാനെല്ലാം ക്ഷമിക്കുന്നത്. എന്താ നിനക്ക് ഭാവനയെ കാണണം എന്നല്ലേ പറഞ്ഞത്? ഞാൻ അതിൽ കാണാനുള്ള അവസരം ഉണ്ടാക്കിത്തരാം. ഭാവനയാകട്ടെ നിന്നെ കാണണം എന്ന് പറഞ്ഞ് കുറെ ദിവസമായി നടക്കുന്നു. പക്ഷെ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. നിനക്ക് വേണ്ടി അവൾ അത്രമാത്രം വിഷമിക്കുന്നുണ്ട്. അത് അവളുടെ ശരീരത്തിൽ തന്നെ ദോഷം ചെയ്യും. നിന്നെ ഇത്രയും പഠിച്ച് വലുതാക്കി ഈ ഒരു നിലയിൽ എത്തിച്ചപ്പോൾ അവൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാമാണ് നീ ഇപ്പോൾ തല്ലി തകർത്തിയിരിക്കുന്നത്. ഇനിയും നിനക്ക് വൈകിയിട്ടില്ല. എല്ലാം പഴയതുപോലെയാക്കാനുള്ള ഒരു അവസരം നിനക്ക് ഞാൻ തരാം. നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഭരത്തിനെയും വിളിച്ചോണ്ട് സൂര്യ ഭാവനയുടെ അടുത്തേക്ക് പോവാൻ കേട്ടോ. ഭാവനയാകട്ടെ ഭരത്തിനെ കണ്ടതും ആകെ ഷോക്കാണ് കേട്ടോ. സൂര്യ, എന്താ ഭരത്തിന് പറ്റിയത്? എന്താ ഇവന്റെ മേലാകെ മുറിവും ചതവുമാണല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അവൻ വരുന്ന വഴിക്ക് ഭരത്തിനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തല്ലി ചതക്കുന്നതും സൂര്യയെ കണ്ട് അവർ ഉടൻ തന്നെ വണ്ടിയിൽ കയറി സ്ഥലം വിട്ടതും പിന്നീട് സൂര്യ ഭരത്തിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാവനക്ക് ഭയങ്കര വിഷമാകാൻ കേട്ടോ. മോനെ ഭരത്, നീ ഇത്രയും അധപതിച്ചു പോയല്ലോടാ. ആരാണവർ എന്ന് ചോദിക്കുകയാണ്. ചേച്ചി, അതൊക്കെ ആ മൈക്കിളിന്റെ ആളുകളാ. മൈക്കിളും ഉണ്ടായിരുന്നു വണ്ടിയിൽ. അവർ മനഃപൂർവ്വം എന്നെ തള്ളിപ്പിടിച്ച് കയറ്റിയതാണ് വണ്ടി. അവർ അന്ന് അരുന്ധതിയുടെ അമ്മക്ക് കൊണ്ടുവന്ന് കൊടുത്ത ലഹരിമരുന്ന് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അത് ചോദിച്ചിട്ടാണ് അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചത് എന്നൊക്കെ പറയാണ്. അല്ല, എന്താണ് ഇന്ന് നിന്റെ പ്ലാൻ എന്ന് ചോദിക്കേണ്ട ഭാവന. എനിക്കറിയില്ല ചേച്ചി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അരുന്ധതി പോലും ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നില്ല. ഭാവന പറയുന്നുണ്ട്, അതെങ്ങനെ ഇല്ലാതിരിക്കും? അവളെ നീ അത്രക്ക് ഉപദ്രവിച്ചില്ലേ? അല്ലെങ്കിൽ നിനക്ക് കോമൺ സെൻസ് ഉണ്ടോ? നിന്നെ വിശ്വസിച്ചല്ലേ അവൾ നിന്റെ കൂടെ ഇറങ്ങി വന്നത്? അതും നിന്റെ എല്ലാ കൊള്ളരുതായ്മകളും സഹിച്ച് അവൾ നിന്റെ കൂടെ നിന്നു. എന്നിട്ട് നീ അവൾക്ക് കൊടുത്തത് എന്താണ്? അതുകൊണ്ട് ഞാൻ അരുന്ധതിയെ ഒരിക്കലും കുറ്റം പറയില്ല എന്ന് ഭാവന പറയാണ്. ഭരത് പറയുന്നുണ്ട്, ചേച്ചി ഇതെല്ലാം ചതിയാണ്. ആ അംബാലിക ആന്റി
എന്റെ മുൻപിൽ അഭിനയിക്കുകയായിരുന്നു. ഞാൻ അതെല്ലാം വിശ്വസിച്ചു പോയി ചേച്ചി എന്ന് പറയാണ്. എന്തായാലും നീ വാ സൂര്യ, നമുക്ക് അംബാലികയുടെ വീട്ടിൽ പോകാം. എനിക്ക് അവരെ കണ്ട് സംസാരിക്കണം, അരുന്ധതിയോട് സംസാരിക്കണം എന്ന് പറയാണ്. അങ്ങനെ സൂര്യ ഭരത്തിനെയും ഭാവനയും കൂട്ടി അവിടേക്ക് എത്തുകയാണ് കേട്ടോ. അവിടെ എത്തിയതും ഭാവന ഭരത്തിനെയും കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അംബാലിക ഇറങ്ങി വരുന്നുണ്ട്. ആഹാ, ആരിത്? ഭാവനയോ? ഇവനോട് ആരാണ് ഈ വീടിനകത്ത് കയറാൻ പറഞ്ഞത്? ഇനി ഈ വീട് പടികളിൽ പോലും ചവിട്ടരുത് എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടനാണ് ഇവൻ. അത്രക്കും ദ്രോഹമാണ് എന്റെ മോളോട് ഇവൻ ചെയ്തത്. എന്നിട്ട് ഇവനെയും കൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്നേക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ഭാവനയോട് ചോദിക്കുകയാണ്. ഭാവന പറയുന്നുണ്ട്, ആന്റി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങളെ ചെയ്യാനും സംസാരിക്കാനും എന്നാൽ ആന്റിക്ക് ഒടുവിൽ പറയാൻ ഒന്നും ഉണ്ടാകില്ല. കാരണം അത്രമാത്രം എല്ലാവരും പരസ്പരം ദ്രോഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ഭാമയുണ്ടല്ലോ, ഇവളുടെ അവസ്ഥ എന്തായിരുന്നു? നീ ഒന്ന് ആലോചിക്കുക ഭാമേ. എല്ലാം മറന്നിട്ടാണോ നീ ഇപ്പോൾ നിന്റെ ആന്റിയുടെ കൂടെ നിൽക്കുന്നത്? ഭാമ പറയുന്നുണ്ട്, ഭാവനച്ചിക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നു? ഈ സമയത്ത് അവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്നാൽ മതിയായിരുന്നു. ഭരത്തിനും വേണ്ടിയിട്ട് എന്തിനാണ് ഭാവനേച്ചി ഇവിടെ വന്നത്? എന്റെ ജീവിതം കൂടിയും കുളമാക്കാൻ വേണ്ടിയിട്ടാണോ? അതല്ല, ഭരത്തിനെയും അരുന്ധതിയെയും വീണ്ടും ഒന്നിപ്പിക്കാനാണ് ചേച്ചിയുടെ ശ്രമമെങ്കിൽ അതൊരിക്കലും ഇവിടെ നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല, അവന്റെ ഈ മയക്കുമരുന്ന് കച്ചവടം ഇവിടെ ഒരിക്കലും നടത്തില്ല. അവനെ ഈ വീട്ടിൽ നിന്നും അങ്കിളാണ് ഇറക്കി വിട്ടത്. അങ്കിളിനും ഇപ്പോൾ അവനോട് വെറുപ്പാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ഭാമ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഭാമ, നീ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇതെല്ലാം നീ ആയിട്ട് കണ്ടതല്ലേ, അപ്പോൾ നീ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണ്ടേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അവിടെ അരുന്ധതിയും വരുന്നുണ്ട്. അപ്പോൾ ഭാവന അരുന്ധതിയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട്, മോളെ അരുന്ധതി, നീയെങ്കിലും കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ കാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാമെന്ന സ്വപ്നം കണ്ടിട്ടല്ലേ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് ഈ ദാമ്പത്യ ജീവിതമാവുമ്പോൾ അല്പം സ്വല്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ മോൾ അതെല്ലാം മറന്നേക്ക്. ഭാവനേച്ചി ഒരിക്കലും ഭരത്തിനെ ന്യായീകരിച്ച് പറയുകയല്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഭരത്തിനെ ഒരിക്കലും ഇനി ഈ വീട്ടിൽ പഠിച്ച വീട്ടൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ എന്നും ഒരു സ്ഥാനമുണ്ടാകും. നീ എന്റെ കൂടെ അവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ സന്തോഷമായി കഴിയാം. ഭരത് ഇപ്പോൾ പഴയതുപോലെയല്ല. അവൾക്ക് സംഭവിച്ചതെല്ലാം നല്ല കുറ്റബോധവുമുണ്ട്. അവന് എന്നോടുള്ള സമീപനത്തിൽ വരെ മാറ്റം വന്നിരിക്കുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. എല്ലാം കേട്ടതിനു ശേഷം അരുന്ധതി ഭാവനയുടെ കൈ പിടിച്ച് മാറ്റിയാണ്. ഇല്ല ചേച്ചി, എനിക്കിനി ഭരത്തേട്ടന്റെ കൂടെ ജീവിക്കാനാവില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കാൻ നേർവഴിക്ക് നടത്താനും മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. എന്നും എന്റെ അമ്മയെ വരെ കുറ്റപ്പെടുത്തി ഭരത്തേട്ടന്റെ കൂടെ ഞാൻ നിന്നിട്ടുള്ളൂ. പക്ഷെ ഭരത്തേട്ടൻ ഇപ്പോൾ എനിക്ക് തന്നതോ തെറ്റിയത് ശരിയേത് എന്ന തിരിച്ചറിവ് പോലും ഇല്ലാതായിരിക്കണം ഭരത്തേട്ടന്. അതുകൊണ്ട് ആ ഭരത്തേട്ടൻ്റെ കൂടെ ഇനി എനിക്ക് ജീവിക്കാനാവില്ല ചേച്ചി എന്ന് പറഞ്ഞ് അവൾ പിന്നോട്ട് നിൽക്കാൻ കേട്ടോ. ഇത് കണ്ടതും അവൻ ആകെ ഷോക്കായി നിൽക്കാൻ. മോളെ അരുന്ധതി ഇനി തന്നെയാണോ ഈ പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ.